അപ്പോൾ സോഫയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല കൂളായിട്ടുള്ളൊരു കളറ്. വീട് ഇങ്ങനെ ഉള്ള കേട്ടോ. ഇത് 2 തെങ്ങ്. ആഹാ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സന്തോഷം കൊണ്ട് അവൾ കണ്ടറിഞ്ഞു പോയി. ഹായ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അമ്മ താഴെ പോയിട്ടുണ്ട്. ഋത്തിക്ക് ചേച്ചിയുടെ മോള് വന്നിന്. ഓള് എല്ലാവരും കൂടി സ്കൂൾ കൂട്ടിയ സന്തോഷം. ശ്രീമായ വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ടാ പറയുന്നത്. നമ്മളെ സ്കൂൾ കൂട്ടിയാരെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പുറത്ത് പോകണമെന്നല്ലോ. പോകണം വെച്ചിട്ട് എനിക്ക് പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇപ്പൊ അങ്ങനെ കയ്യില് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പോകുന്നതിനൊന്നും. ഒരു ദിവസം നമ്മള് കണ്ണൂർ പോയിരുന്നു. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു 1 ഡേ ഇങ്ങനെ പോകാന്നെല്ലാം വിചാരിച്ചേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു കവിനെയും കൂട്ടിയിട്ട് പോട് കുഴപ്പമില്ല, യാത്ര ചെയ്യുന്നതിനും കുഴപ്പമില്ല പറഞ്ഞു. ഇനിയിപ്പം വരുന്ന മാസം നമുക്ക് ഒരു ചടങ്ങുണ്ട്. നമുക്ക് 19-ാം തീയതി കവിന്റെ കർണാടകത്തിലേക്ക് നമ്മൾ പോകുന്നത്. 17, 18, 19 ഏതെങ്കിലും ദിവസമായിരിക്കും കർണാടകത്തിൽ പോകുന്നത്. വെഡിങ് ആനിവേഴ്സറി. അപ്പൊ നമ്മള് പോകുന്നുണ്ട് എന്തായാലും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു ചടങ്ങായിട്ട് തന്നെ അന്ന് യാത്രയുണ്ട്. അപ്പൊ അതിന് മുമ്പ് യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല പറഞ്ഞു. എന്നാലും കുറേ സമയം ഇരിക്കുന്നത് ഈ സമയത്ത് അത്ര. അതെ. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലീവായതുകൊണ്ട് എല്ലാ സ്ഥലത്തും ആൾക്കാർ നല്ല തിരക്കും ഉണ്ടാവും. ആ തിരക്കിനിടയ്ക്ക് പോയിട്ട് കുറേ സമയം നിൽക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ എവിടെയും പോകാൻ പറ്റിയില്ല. ഇങ്ങനെ പുറത്ത് പോകാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാന്ന്, പോയിട്ടില്ല എവിടെയും. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വീട്ടിലൊരു കുടിയിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മളെ അയൽപക്കത്ത് തന്നെയാണ്. നമ്മളെ പാവന്നൂരിൻ്റെ ഹൃദയഭാഗത്താണ് ആ വീടുള്ളത്. കറക്റ്റ് നടുക്കായിട്ടാണുള്ളത്, വയലിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത്. അപ്പോൾ ഒരു നമ്മളെ സുഹൃത്തുക്കളും ചെങ്ങന്മാരായിട്ടുള്ള എല്ലാ വീട്ടുകാരും എല്ലാം ഫാമിലിയാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് കുടിയലിന് വിളിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കുടിയൽ. അപ്പോൾ മിഞ്ഞാന്നൊരു പാല് കാച്ചി. അതെ. അപ്പോൾ നമ്മള് ആ വീട്ടിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി പോകുന്നു. വീട് എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം, ഭയങ്കര ഒരു എല്ലാരും ഒരു സ്വപ്നമായിരിക്കും. വീട് എടുത്ത് കൂടി അതിന്റെ ദിവസം ആ ഒരു ഓരോരോ ആൾക്കാർ ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുതിയ വീട്ടിൽ പോകാനും. വീടിന്റെ ഒരു നമ്മള് വീട്ടിൽ പോകുമ്പോൾ പുതിയ വീട് എടുക്കുന്നവർക്കും അതുപോലെ തന്നെ വീട് എടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ വീട് എടുക്കാൻ പോകുന്നവർ ഒരിക്കലും പുതിയ വീടിനുള്ള കാഴ്ചകളെല്ലാം കാണിക്കുക, അത് കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഓരോരാളെ സ്വപ്നം ഓരോരാള് ആ തരത്തിലേക്ക് അത് നെയ്തെടുത്തിട്ടുണ്ടാവുക. അപ്പൊ അധികം വീട്ടിലും പോക്കുണ്ട്. അത് വീട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം കൂടി. അപ്പോൾ അങ്ങനെ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഈ വീട് എന്ന് പറഞ്ഞാൽ പണ്ട് കട്ടപ്പുര ആ സമയത്ത് കരിങ്കല്ലുകൊണ്ട് തറയുണ്ടാക്കി നമ്മളെ വീട്ടിൻ്റെ. ആ തറയമ്മിൽ തന്നെ നമ്മൾ പിന്നെ തറ പൊളിച്ചിട്ടില്ല, അതിൻ്റെ മേലെ തന്നെ എടുത്ത വീടാണിത്. പഴയ മോഡലാണ്, അങ്ങനെ പുതിയ ഫാഷനും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ചെറിയ 2 റൂമും പിന്നെ ഒരു ചെറിയ റൂമും അങ്ങനെ ആയിട്ടില്ല, പഴയ ഇതാണ്. നമ്മൾ അതിനിങ്ങനെ മോഡിഫിക്കേഷൻ ഇങ്ങനെ ഓരോന്ന് കൂട്ടിക്കൊണ്ടിരുന്നതാണ് നമ്മളെ വീടുള്ളത്. പക്ഷെ ഓരോ വീട് പുതിയതായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാണാനും വലിയൊരു ഇതാണ്. അപ്പൊ അത് എന്തായാലും ഒന്ന് പോയി ആ വീടൊന്ന് കാണാം. നമ്മള് പാവനൊരു കുടിയലിന്റെ വീണ്ടെടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ലിയോണ 4ാം ക്ലാസ്സിലാണ്. ഹായ് ഹായ് ഹായ്. നമ്മളെ സുഹൃത്ത് പ്രകാശാട്ടിന് ലിൻസിന് മോളാണ്. നമ്മളെ ഷോർട്സിലെല്ലാം ഋത്തിക്കിനൊപ്പം ഉണ്ടായിട്ടുണ്ട്. ലിയോണ എന്തെല്ലാം ഉണ്ട് വിശേഷം? സുഖം തന്നെ. കുടിയലെപ്പാന്ന് മറ്റന്നാൾ കുടിയൽ. അപ്പോൾ ഇന്നലെ ഒന്ന് പാല് വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലൊന്ന് കയറി. ഇതാണ് വീട് കേട്ടോ. വീട് പറഞ്ഞാൽ നമ്മളെ നാട് പാവന്നൂർ. ഇങ്ങനെ വയലും കാര്യങ്ങളും നമ്മൾ ഇറങ്ങുന്നിടത്തന്നെ. ഇതാണ് ശരിക്ക് പാവന്നൂരിൻ്റെ ഇറക്കത്തിലുള്ള കറക്റ്റ് സ്ഥലം, നമ്മളെ ഗ്രാമം. അപ്പോൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ് ഈ വീട് വരുന്നത്. ഇവിടെ കറക്റ്റായിട്ടൊരു ലാൻഡ് മാർക്ക് തന്നെയാണ് ഈ വീട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം അല്ലേ. ഇപ്പോൾ കുടിയലിൻ്റെ പണി ഇപ്പോൾ മറ്റന്നാൾ കുടിയലായതുകൊണ്ട് പണി നടന്നു കൊടുക്കുന്നത്. റിജി ഹായ്. ചേട്ടാ ഹായ്. പണിയേടി എത്തി പണി ലാസ്റ്റ് മിനിക്കൂണിയിലുള്ള പ്രചാരണ ഇതല്ല പണി. പക്ഷെ ഇതിന് സഹായത്തിനല്ലേ ഇപ്പൊ തൽക്കാലം ഹെൽപ്പാണ്. ലാസ്റ്റിലല്ലേ മിനിക്കൂണിയിലുള്ള ബിജുവാട്ടിനുണ്ട് ഇടാം. പെയിന്റിങ് കാര്യങ്ങളും പോളിഷെല്ലാം ബിജുവാട്ടിന് അല്ലേ ചേട്ടാ. അപ്പോൾ വീട് മൊത്തമായിട്ട് ചെയ്തു. ഉള്ളിലെല്ലാം ബിജുവാട്ട എല്ലാം ഫുള്ളായിട്ട് പോളിഷ് എല്ലാം ബിജുവാട്ടൻ തന്നെ. അപ്പോൾ തന്നെയാണ് പ്രകാശാട്ടനായിട്ട് ഇരിക്കുന്നത് കേട്ടാ. പ്രകാശേട്ടാ ഹായ് ഹായ്. ഇതാ നമ്മളെ പ്രകാശാട്ടെ. പ്രകാശാട്ടെ ലിയോണ പരിചയപ്പെടുത്ത്. ഇപ്പൊ കുടിയലുള്ളത് പ്രകാശാട്ടന്റെ ആപ്പൻ. ഭാര്യന്റെ ആപ്പൻ. പ്രകാശാട്ടൻ നമ്മളെ കല്യാണത്തിലെ വീഡിയോഗ്രാഫറാണ്. നമ്മളെ നാട്ടിലെ എല്ലായിടത്തും കല്യാണത്തിന് വീഡിയോ എടുക്കുന്ന പ്രകാശാട്ടനാണ്. എൻ്റെ കല്യാണത്തിന് വീഡിയോ എടുത്ത പ്രകാശാട്ടനാണ്. നമ്മൾ വീഡിയോ ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വീട്ടിൽ നിന്ന് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് വീടിൻ്റെ പുറന്ന് കാണാം, എന്നിട്ട് ഉള്ളിലേക്ക് വരാം. ഇപ്പോൾ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഇതാ വീട് ഇങ്ങനെ ഉള്ളേട്ടാ. ഇത് 2 തെങ്ങ്. ആഹാ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ നാടിൻ്റെ ഇടുന്ന മെയിൻ സ്ഥലത്ത് തന്നെ ആയതുകൊണ്ടല്ലോ എല്ലാ ഭാഗത്തും നമ്മൾ ഇതിൻ്റെ പണി തുടങ്ങുന്ന മുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാം വീട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പണിയും തീർന്ന് ഹായ് ഹായ്. അപ്പോൾ അങ്ങനെ തീർന്ന് വന്നു. അപ്പോൾ കുടിയിലെത്തി. അപ്പോൾ ഇത് മുറ്റത്ത് ഇവർ ഇട്ടിരിക്കുന്ന പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതിനെ ഇട്ടിരുന്നു. ബാംഗ്ലൂർ സ്റ്റോണാണ്. പക്ഷെ നടുക്ക് ഇവർ പുല്ലെല്ലാം വെച്ചിട്ടുണ്ട്. മറ്റേ പുല്ല് കല്ലിൻ്റെ നടുക്ക് പുല്ല് വെച്ചു കേട്ടാ. നല്ല രസമുണ്ട് കാണാൻ.
ഇവിടെ തന്നെ ചെറിയ കുറച്ച് പുല്ല്. ഇത് പണ്ട് മറ്റേ വേറെ പുല്ലാണ്, ഇപ്പം നമ്മളെ കണ്ടത്തിലുണ്ടാകുന്ന പോലത്തെ പുല്ല് ഇതും. അതെ, കണ്ടത്തിലുണ്ടാകുന്നത് ഇപ്പൊ മോഡൽ ഇതന്നെ ആയി കേട്ടോ. നടുക്ക് കല്ലും പിന്നീട് ഒരു വെള്ളത്തിന്റെ ഒരു ഇതെല്ലാം ആക്കിയിട്ടുണ്ട്. ഒരു മീനിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ മീനുണ്ട്. അങ്ങനെയാണ് മുറ്റത്തുള്ളത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ചെയ്യണം വലിയ മിറ്റാണ് കേട്ടോ. രണ്ട് സൈഡിലും വലിയ മിറ്റാണ്. അതുകൊണ്ട് തന്നെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, മറന്നു കാണിക്കാൻ വേണ്ടി. ഇതാണ്ട് ഇത് പുറത്ത് കയറുമ്പോൾ തന്നെ വരച്ചൊരു ചിത്രമാണ്. ഇത് കുറച്ച് പ്രൊജക്റ്റ് ആയിട്ട് നിന്നിട്ടാണ് ഉള്ളത് പുറത്തേക്ക്. അല്ല, പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള. അതെ, നല്ല വെയിലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. എന്തോ ഒരു പോലെ അല്ലേ അടിക്കുന്ന വെയിൽ. നമുക്ക് വീട്ടിന് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് വരുമ്പോൾ രണ്ട് ചങ്ങായിമാരുടെ ഉണ്ട്. അവന്തിക. ഹായ് ഹായ്. നമുക്ക് അകത്തേക്ക് കയറാം. സജിയോട്ടാ, അപ്പോൾ ഗൃഹനാഥൻ സജീവാട്ടനടി ഉണ്ട്. സജിയോട്ടാ, സുധേച്ചി ഹായ്. അപ്പോൾ വീട്ടിൽ ഫംഗ്ഷൻ മറ്റന്നാൾ. ഫംഗ്ഷൻ ഇന്നലെ പാലയാഴ്ച കഴിഞ്ഞു. ഇന്നലെ പാലയാഴ്ച അല്ലേ. അപ്പോൾ സജീവട്ടൻ പണ്ട് കോയമ്പത്തൂരാണ് ബിസിനസ്സും പരിപാടിയെല്ലാം. നമ്മളെല്ലാം അല്ലേ രാജീവാട്ടനെ അധികം കാണില്ല, സജീവാട്ടന കാണലേ ഇല്ല അധികം. ഇങ്ങനെ കോയമ്പത്തൂര് രണ്ടാളല്ലേ ഉള്ളത്? മൂത്ത മോൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത്, +1. അപ്പോൾ നമുക്ക് വീടെല്ലാം ഒന്ന് കാണാം. വീടിൻ്റെ കയറി വരുമ്പോൾ സെൻട്രലിലുള്ള മുകളിലത്തെ വർക്കാണ്. സെൻട്രലിൽ ഇങ്ങനെ വരിക. ഈ സൈഡിൽ ടിവിയും കാര്യങ്ങളെല്ലാം. കിച്ചൺ ആ സൈഡിലാണ്. അപ്പോൾ സോഫയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല കൂളായിട്ടുള്ളൊരു കളറ്. ഇവിടെ പൂജാമുറി ഇവിടെ തന്നെ വരെ ചെയ്തത്. വിളക്കും കാര്യങ്ങളും ഗണപതിൻ്റെ വിഗ്രഹവും മുത്തപ്പൻ്റെ എല്ലാം ഉണ്ട്. മഞ്ചാടിക്കുരു വെച്ചിട്ടുണ്ട് കേട്ടോ, കൃഷ്ണൻ്റെ. സ്മിതിച്ച് നമുക്കൊന്ന് അടുക്കളയിലും പോലെ നമുക്ക് സ്മിതിച്ചിൻ്റെ കിച്ചണിലൊന്ന് കാണാം. ഇതാണ് ഇവരെ ഡൈനിങ്ങിൻ്റെ ഇത്. ഇവിടെ കിച്ചൺ വരുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെ നിങ്ങളെ പറഞ്ഞല്ലേ ചേച്ചിയല്ലേ? പറഞ്ഞു ചേച്ചിയല്ലേ? നല്ല കളർ കേട്ടോ. ഇങ്ങനല്ലേ കറിപ്പാട്ടെല്ലാം സെറ്റാക്കിയല്ലേ കുടിലേ. നല്ല രസമുണ്ട് കേട്ടോ കാണേ. മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളങ്ങ് പോയല്ലേ, ഒന്നും കാണാനില്ല. പിന്നെ പുറത്ത് കിച്ചണിന് ഇതാണ് കളർ കൊടുത്തത്. ഹലോ അമ്മേ, സീതമ്മ. ഉഷേച്ചി. ആ ചേച്ചി എല്ലാവരും നമ്മളെ ചെറുപ്പം മുതലുള്ള ആൾക്കാരാട്ടാ. ചേച്ചി അവരുണ്ട്. തിരക്കാണ് കുടിയല്ലേ? ആ അതന്നെ, കുടിയല്ലേ തിരക്കിലാന്നേ. ഇപ്പം ഇന്ന് ആളെല്ലാം വരും, തിരക്ക് തന്നെ അല്ലേ. ഇന്നലെ രാത്രിയെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിചാരിച്ചാൽ സജിയോട്ടം വിളിച്ചിനു, പക്ഷെ വരാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം അല്ലേ സജിയോട്ടാ? ഇവിടെ ഒരു ബെഡ്റൂം. ഇതെല്ലാം ആണ് ചേച്ചി സജിയോട്ടാ. നല്ല നല്ല രസമായിട്ടുണ്ട്. ഇത് ലൈറ്റ്സ് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നേ. ലൈറ്റ് അല്ല അല്ലേ? ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടേ. ക്ലോക്ക് വെറൈറ്റി ആയിട്ടുണ്ട്. പൂജാമുറി, ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ കിച്ചൺ, ഡൈനിങ് റൂം. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് മുകളിലേക്കുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം. ഇതാണ് മെയിൻ ബെഡ്റൂം അല്ലേ? മേലെയുണ്ടല്ലേ? ആഹാ, മാസ്റ്റർ ബെഡ്റൂം മേല. ഹായ്, അതല്ല നമ്മൾ ചങ്ങായി അതുലിൻ്റെ വൈഫാണ് അനേക. കുട്ടിയുടെ ഉണ്ട്. വാവക്കെന്ന പേര് വിളിച്ച? അക്ഷജി. 3 മാസാ? 3 തുടങ്ങിയല്ലേ? ഇവരെല്ലാവരും കൂടി ഉണ്ടല്ലോ അല്ലേ കുട്ടി നോക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ശരിക്കും നിങ്ങൾ അതിൻ്റെ ഇത് അതെയാ, നന്നായിട്ടുണ്ട് കേട്ടാ, നല്ല വർക്ക്. ഇനി കുറച്ച് മുകളിലും കൂടി ഉണ്ട്, പോയിട്ട് കേട്ടെ. സൈഡിൽ ഗ്ലാസ് ആട്ടോ കൊടുത്തിന്, സ്റ്റെയർ കേസിന് ഗ്ലാസ്. കയറി വരുമ്പോൾ ഇവിടെ ജനലിന് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, എച്ചിങ്. ഇതുണ്ടോ വാളിൽ മറ്റേ ഇത് എന്നൊരു പറയാൻ്റെ ടെക്സ്റ്റർ പെയിൻ്റ് ആ എന്താ കൊടുത്തേട്ടാ അവർ. നമ്മളെ വീട്ടിൽ ഇന്നാൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ കാണിച്ചു തരും. ടെസ്റ്റർ. ഈ സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട്.
ഇതെല്ലാം മേലെ കൊടുത്തത് നല്ല രസമായിരുന്നു കേട്ടോ, നല്ല നീറ്റായിട്ടുണ്ട്. വലിയ അലമാര. ഓ ആ പണി നടക്കുന്നതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല ചേട്ടാ. വാ ഇവിടെ നല്ലൊരു ഊഞ്ഞാലില്ല കേട്ടോ ഇവർക്ക്, അടിപൊളി. ഈ സൈഡിലേക്ക് ഇടി 2 ബെഡ്റൂം, ഒരു ബെഡ്റൂം ഇടാം, ഒരു ബെഡ്റൂം ഇടാം. 5 ബെഡ്റൂം അല്ലേ മൊത്തത്തിൽ, 5 ബെഡ്റൂം കേട്ടോ. ആ ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗ്ലാസിൻ്റെ കൊടുക്കലല്ലേ. ആ ഇത് കണ്ട് നല്ല ഉണ്ട് കേട്ടോ ലൈറ്റ്. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊടുക്കലല്ലേ എസ് ചേട്ടാ ഗ്ലാസ്. ചില സ്ഥലത്ത് ഇത് പൊട്ടിച്ചിട്ട് ആക്കുന്നതാണ്, പൊട്ടിച്ച സ്റ്റൈല്. ആ പൊട്ടിയ മാതിരി. അധികം വീഡിയോ എല്ലാം കാണാം ഇങ്ങനെ ആക്കിയിട്ട്. കുറച്ച് കയറുന്നതൊക്കെ ഫുള്ളായിട്ട് മരത്തിൻ്റെ ആണ് കേട്ടോ. ഇതിലാണ് ഇതിൻ്റെ ഫ്രണ്ടെല്ലാം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തൂണും എല്ലാം അവർ മുകളിൽ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ഇങ്ങനെയാട്ടാ ഉള്ളെന്നുള്ള. അപ്പോൾ എല്ലാവിധ ആശംസകളും പുതിയ വീട്ടിൽ. ഒന്നാട്ടാ ഓയ് എവിടാ. അപ്പോൾ ശരി, മറ്റന്നാൾ കാണാം. മറ്റന്നാൾ രാവിലെ എത്തണം. ഓക്കെ ശരി. പൈസേട്ടാ ഇറങ്ങട്ടെ. ഓക്കെ ഞാൻ എന്നാ ഹെൽപ്പ് ഒന്നുകൂടെ. ഇത് കല്ലിടാ, ഇത് ഞാൻ കണ്ടിട്ടില്ലാട്ടാ. ഗേറ്റിൻ്റെ വർക്കാണ് മറ്റേത്. ഇത് കട്ടയല്ല, ഇത് സിമെൻറ്റ് തന്നെ ചെയ്താന്ന് പറയുന്നത് ചേട്ടാ. സാധാരണ ഇല്ലല്ലേ സിമെൻറ്റിലല്ലേ ചേട്ടാ. ഏച്ചീൻ്റെ കൂടെ വയലിൽ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വയലിലെ വിശേഷങ്ങൾ കാണാം. നല്ല സന്തോഷം. നെല്ല് കാണുമ്പോൾ കണക്ക് മനസ്സ് നിറഞ്ഞ്. എന്ന് വെച്ചാൽ നമ്മൾ വിത്തെടുത്ത് വെള്ളത്തിൽ മുക്കി പാരം വെച്ച് മുളപ്പിച്ച് എടുത്ത് കണ്ടത്തെ കൊണ്ടിടാൻ നോക്കുമ്പോൾ വെള്ളമായിട്ട് ഇടാൻ 2 ദിവസം ഇടാൻ പറ്റിയിട്ടില്ല. ആ ഒരു വിഷമത്തിന് കുറേ കരഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. രണ്ടാമത് തിരിച്ച് വന്ന് നോക്കി. തിരിച്ച് വന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിനി. അപ്പോൾ പിന്നെ എനിക്ക് ഈ കണ്ടത്തിൽ തന്നെ ഇടാൻ പറ്റൂല, വെള്ളം കെട്ടി നിന്നാൽ വിത്ത് കെട്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കണ്ടത്തിൽ ഞാൻ അവരോട് ചോദിച്ചിട്ട് ആടെ വിത്തിട്ടു. വിത്ത് മുളച്ച് 21 ദിവസമായിട്ട് കൊണ്ടുപോയി ഹിന്ദിക്കാർ വന്ന് പൊരിച്ച് അത് നട്ട് പിന്നെ ഞാൻ തന്നെ കളിയെല്ലാം പറിച്ച് വളയിലിട്ട് ആലവള ഇട്ടിനെ, ആലവളയിലിട്ട് വെള്ളയിലാക്കിയിട്ട് ഞാൻ പോയിട്ട് ഇപ്പം ഞാൻ ഒരാഴ്ച ഇവിടെ വരാത്തത്. ഇപ്പം ഞാൻ വന്ന് നോക്കുമ്പോഴൊക്കെ അതിരിട്ടിട്ട് നിൽക്കുന്നു. എൻ്റെ എന്നാ പറയണ്ടത് ഇത്രയും കഷ്ടപ്പെട്ട് വിഷമിച്ച് ഇതായി. കാരണം എന്ന് വെച്ചാൽ നെല്ല് വിത്ത് ഇടാൻ നോക്കുമ്പോഴൊക്കെ വെള്ളമായി പോയത് കൊണ്ട് ഭയങ്കര സങ്കടമായിനേന്. എന്നാ ഞാൻ ചെയ്യണ്ടേ ഈ വിത്ത് എന്ന് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവം ഒപ്പരുണ്ട്. നല്ല നെല്ലെല്ലാടി കതിരിങ്ങനെ വിരിഞ്ഞു. സരസ്വതി ദേവിയാന്ന് അമ്മ പറയല് നെല്ലിനെ. എനിക്കിപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണിന്ന് വെള്ളം വരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ കാണാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഒരാഴ്ച ഇങ്ങോട്ട് വരാതെ കുട്ടികളെ നോക്കണം. ഇത് നമ്മളെ വീട് ആടെയാണ്, പണ്ടുണ്ടായ വീട് ഇവിടെയാണ്. ഈ കുന്നുമല്ലൊരു പുല്ലിട്ട വീടാണ്. ആ തയ്യന്റെ അപ്പുറത്ത് അതെ ഓല മേഞ്ഞിട്ടില്ലേ, ഓല മേഞ്ഞ് കണ്ടാ കാണുക. നമ്മള് അടന്ന ഇത് കണ്ടു വന്നിന്. അപ്പോ അച്ഛനും അമ്മയും പണ്ടേ ഈ വയലില് കൃഷിക്കാരാണ്. അച്ഛൻ കണക്കൊത്തലും ഇതിലും നെൽവയൽ കാണുന്നിടക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അരി ഒരിക്കലും വീട്ടിൽ നിന്ന് ഒയ്യൂല എന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയും എല്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നമുക്കും. പിൻകാലത്ത് നമ്മളത് ആർന്ന് വീട് മാറി അങ്ങോട്ടേക്ക് മാറി. പക്ഷെ നമ്മള് അച്ഛൻ നമ്മൾ ഇല്ല, അമ്മക്കിപ്പം വന്ന് വയലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഏച്ചി ഇത് കൃഷി ഇപ്പോ അന്നേരം വരുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഈ നെല്ലുണ്ടാക്കുന്നത് സ്റ്റാർട്ടിങ് മുതലെല്ലാം കാണിച്ചു തരും. നെല്ല് ഭാരം വെക്കുന്നതും അത് എടുക്കുന്നതും അങ്ങനെ കൊണ്ടുവന്ന് ഓരോരോ ഘട്ടമായി കാണിച്ചു. അത് നട്ട് കാണിച്ചു. ചേച്ചി വെള്ളം എടുത്തിട്ട് വെള്ളം നിറഞ്ഞു പോയിട്ട് വിത്ത് ഇട്ടിട്ട് ഇതായി പോയിട്ടില്ല, വിഷമം കാണിച്ചു. ഇപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുന്നു. ഇപ്പൊ ഇത് കതിരിട്ടിട്ട് കാണുമ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. ഇന്ന് ഇവിടെ ചേച്ചി പറഞ്ഞ കതിരായിട്ടുണ്ടാവും. കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വരാത്ത കതിരായത് കാണാൻ വേണ്ടി വന്നെയാണ്. അപ്പൊ കതിരായത് കണ്ടു. ആ സന്തോഷത്തിലുള്ളത് ചേച്ചി തുടങ്ങി അതെ നമ്മളിത് ഇതൊരു ഭയങ്കര സന്തോഷം. ഒരു കുട്ടി ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ്. കുട്ടികളെ നോക്കുമ്പോൾ നോക്കണം, എന്റെയോളം ഇവരെ വന്ന് നോക്കണോ അങ്ങനെയാന്ന് പറയുന്നത്. നമ്മളെ വന്ന് നോക്കാൻ ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കും ഉണ്ടാകുമ്പോ അവര് നല്ല നേർക്ക് വേഗം വളർന്നു വരുന്ന പറയുന്നത്. ഞാൻ വരുത്തുണ്ട് എന്റെയോളം, ഞാൻ ആഴ്ചക്കും വരുത്തുന്നത്. പക്ഷെ ഈ ഒരാഴ്ച എനിക്ക് ടൂറ് പോക്കും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ടൂർ പോകുന്നതിന്റെ തലേന്ന് വന്നിട്ട് പോയതാണ്. ഞാനും ഈ നെല്ലിന്റെ അടുത്ത് തന്നെയാണെങ്കിൽ തേച്ച് ഓരോ ഘട്ടം നമ്മൾ പല വഴിക്കാരും ഇങ്ങനെ നേരെ ഇങ്ങനെ ഒരേ ലെവലിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം ചേച്ചീനെ ഓരോ പ്രാവശ്യം വന്ന് ഇതെല്ലാം ഓരോന്നോരോന്ന് കണ്ട് ഈ നെല്ലായി നോക്കുമ്പോൾ ഒരു സന്തോഷം ഭയങ്കരമായിട്ട്. നമ്മൾ നട്ടിയായിട്ട് ഓരോ പ്രാവശ്യം വെള്ളം വരുമ്പോൾ ഇങ്ങനെ കാണുന്നതന്നെ. പക്ഷെ നെല്ലിന്റെ ഇതേപോലെ പക്ഷെ കുറച്ചും കൂടി വലിയ
പണിയല്ലേ നെല്ലിന്റെ? നെല്ല് പച്ചക്കറി 1 മാസം കൊണ്ടാവും. എല്ലാം ഇതിപ്പോ 2-3 മാസം വേണം വിളഞ്ഞിട്ടാവണ്ടെങ്കിൽ. ഇനിയിപ്പോ മാർച്ച് ഫെബ്രുവരി ലാസ്റ്റ് നമുക്ക് മൂരാനാവും. ഇനി നമുക്ക് ഇപ്പം മെഷീനാണ് ഇടല്ലോ, നമുക്ക് നെല്ല് എടുക്കുന്നതും കൂടി അതെല്ലാം കാണിക്കും. അതെ, ഈ ഒരു നെല്ല് ഉണ്ടാകും നമ്മൾ അരി ഉണ്ടാകുന്നത് ഒന്ന് ആദ്യം മുതൽ കാണിച്ചു. ആ നെല്ലും ഞാൻ എടുത്ത് കാണിച്ചുതരാം. വിത്താക്കിയ നെല്ല് തിരിച്ചാദ്യം നെല്ലായിട്ട് കാണിച്ചത് ഞാൻ കാണിച്ചുതരാം. ആദ്യം ഇത് വിത്താക്കുകയും ചെയ്യും. ആദ്യം വിത്താക്കും. അതെ. അപ്പൊ നെല്ലായ സന്തോഷം ഭയങ്കരമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനിയിപ്പം ഈ വരമ്പിന്റെ അരിവൊന്ന് വയക്കി കൊടുക്കണം. ഈ നെല്ലിലേ കൂടി കാറ്റ് ഇങ്ങനെ ഓടണം. അപ്പൊ വരമ്പ് ഇങ്ങനെ ഇതുണ്ടാവുമ്പോ നമുക്ക് കാറ്റ് അങ്ങോട്ട് ഓടുകയില്ല. അപ്പൊ തുടക്കം മുതൽ അവളിങ്ങനെ വന്നു ചേച്ചിന്റെ ഒരു സന്തോഷം കാണുമ്പോലെ ഈ സന്തോഷം കൊണ്ട് അവള് കണ്ടറിഞ്ഞു പോയി. അത് കാണുമ്പോ നമ്മളൊരു ഓർമ്മയില് നമ്മളെ അച്ഛനും അമ്മയെല്ലാം അച്ഛനിപ്പൂല കൂടെ. അപ്പോൾ പുള്ളി ചെയ്തതെല്ലാം നമ്മളിവിടെ വന്നിട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമ്മളെ ഭയങ്കര സംഭവം കേട്ടാ, ഭയങ്കര ഒരു മൊമെന്റാ. അപ്പൊ നല്ല കൂമ്പ് കിട്ടിയിട്ടുണ്ട്. കവി അന്നേരെ പറഞ്ഞേ ചേച്ചി കൂമ്പുണ്ട പൊട്ടിക്കണേന്ന്. അതുകൊണ്ട് കൂമ്പ് കിട്ടിയിട്ടുണ്ട്, നല്ല 2 കൂമ്പ്. കുറച്ച് വായുണ്ട് കേട്ടോ ഏറ്റത്ത്. ഇതിനകത്ത് വലിയ കൊലയുണ്ടാകലുണ്ട്. പക്ഷെ പക്ഷി നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരാഴ്ച വന്നിട്ടില്ലെങ്കിൽ അപ്പൊ പക്ഷി തേച്ചും കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ വിചാരിക്കും നമുക്ക് മാത്രം പോരല്ല, അവർക്കും വേണ്ടേ. അതുകൊണ്ട് ഞാനൊന്നും ഇതാക്കില്ല. ചിലരെല്ലാം പറയും ചില വിജയിച്ചവരൊക്കെ ഉണ്ടായിരുന്നു ഇവരെ ഭാഗ്യം. സത്യത്തിൽ ഭാഗ്യം മാത്രമല്ല, ഓരോരോ ആൾക്കാരെയും കഷ്ടപ്പാടാണ്. ഓരോരോ തരത്തിലുള്ള കഷ്ടപ്പാട്. ഏത് തരത്തിലവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അതിനൊരു കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. അതിനെ ആ പുള്ളി കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിനെ അവർ കുറേ റിസ്ക് എടുത്തിട്ടുണ്ട്. അതിനെ ഓരോരോ ത്യാഗം സഹിച്ചിട്ടുണ്ട്. അതാണ് ഓരോ സ്ഥലത്തെയും വിജയം. അതുപോലെ ഈ വിജയം കുറേ ത്യാഗത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ സന്തോഷമാണ്. പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും